ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇന്ന് എനിക്കൊരു സംഭവം ഉണ്ടായി. എനിക്ക് ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്നതല്ല, ഒരുപാട് പ്രാവശ്യം ഞാനിത് നേരിട്ടിട്ടുണ്ട്. ഈ വേർതിരിവ് അതിപ്പം ഞാൻ ജീവിച്ചു പോകുന്ന വീട്ടിലായാലും ശരി, പുറത്തിറങ്ങിയാലും ശരി, ഇപ്പം ഞാൻ ഇന്ന കാസ്റ്റാണ് എന്ന് അറിയപ്പെടുന്നവരൊക്കെ എന്നെ വേർതിരിച്ചാണ് എന്നെ കാണുന്നത്, എൻ്റെ നിറത്തിൽ പോലും. അപ്പോഴത്തേക്ക് എനിക്കിന്നുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങളുടെ സംഘം ബേസ്ഡ് ആയിട്ട് ഇന്നൊരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. 27 വർഷമായി കുടുംബശ്രീ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങിൽ ഞാൻ പോയപ്പോഴത്തേക്കും എനിക്കുണ്ടായ ഒരു ദുരനുഭവമാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ഈ ലുക്കിലാണ് ഞാൻ പോയത്. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ലുക്കിലാണ് ഞാൻ പോയത്. ഒരു ഒരു പ്രധാനപ്പെട്ട ഒരാളെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തൽ നമ്മൾ നേരിടുമ്പോഴത്തേക്കും നമ്മളത് ഭയങ്കരമായിട്ട് നമുക്കത് വിഷമമാവും. സാധാരണ നോർമൽ ആൾക്കാർ നമ്മളോട് പെരുമാറുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ അത് വിഷമാവും. അപ്പോൾ എനിക്കത് നല്ല വിഷമമായി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാളോട് വേർതിരിവ് കാണിക്കാം, പക്ഷെ എപ്പോഴും ഒരാളോട് വേർതിരിവ് കാണിക്കാൻ പാടുള്ള ഒരു പരിധി എല്ലാത്തിനും. അവരൊരു മനുഷ്യരാണ്, മനസ്സിലായ? ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ട് എന്നെ ഏതെടുത്താലും, എൻ്റെ നിറത്തിലായാലും ശരി, എൻ്റെ ഫെയറിലായാലും ശരി, എൻ്റെ ബോഡി ഷേമിങ്ങിൽ, എൻ്റെ കാസ്റ്റിലായാൽ പോലും ശരി, എന്നെ ഭയങ്കരമായിട്ട് വേർതിരിച്ചാണ് പല ആൾക്കാരും കാണണം. അപ്പോൾ എനിക്കിത് ഭയങ്കര വിഷമമായി. പുള്ളിക്കാരിയും ഞാൻ ചെന്നു, ഞാനും എൻ്റെ കൂടെ എൻ്റെ ഒരു ചാണ്ട റിലേറ്റീവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി ഇങ്ങനെ അന്തമിട്ടല്ല ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഞാൻ ചിരിച്ചിട്ടൊന്നും ഒരു മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നു. ഞാനും ചാണ്ട റിലേറ്റീവ് ആയിട്ടുള്ള ആ പുള്ളിക്കാരോട് ഞാൻ കസാര എടുത്തിട്ട് കൊടുത്ത് അവർ ഇരിക്കാൻ വന്നപ്പോഴത്തേക്കും ഇവരൊരു കസാര എടുത്തുകൊണ്ടുവന്ന് ഫ്രണ്ടിൽ എല്ലാ ആൾക്കാരും ഇരിക്കുന്നിടത്ത് അവർക്ക് കൊണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അവർ പറയണ എൻ്റെ കൂടെ കുട്ടിയോട് വന്നിട്ടുണ്ട്, ഞാൻ അവളുകൂടി അവിടെ ഇരുന്നോളാം. അത് കുഴപ്പമില്ല, ചേച്ചി അവിടെ ഇരുന്നാൽ മതി, ചേച്ചി അവിടെ ഇരുന്നാൽ അവൾ അവിടെ എവിടെയെങ്കിലും ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്ന് കസാര കൊണ്ടിട്ട് കൊടുക്കുന്നു. അപ്പം ഒരു ബേസിക് മര്യാദയുണ്ട്. ഞാൻ ചിരിക്കുമ്പോൾ ചിരിക്കണ്ട, പോട്ടെ, ഞാൻ അത്രയും മോശക്കാരി അല്ലെങ്കിൽ അത്രയും തരം താഴ്ന്ന ഒരാളായിരിക്കാം, ചിരിക്കണ്ട. പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്. ഞാനും ഒരു അമ്മയ്ക്കുണ്ടായ മോളാണ്. എനിക്ക് അത്രയ്ക്ക്, കാരണം ഓരോരുത്തരും പല രീതിയിൽ എൻ്റെ അടുത്ത് കാണിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ. ഞാനതൊന്നും വലിയ കാര്യമാക്കാറില്ല. പക്ഷെ ഇതെനിക്ക് അത്ര ആൾക്കാരുടെ മുമ്പിൽ എനിക്കത് ഭയങ്കര ഇതായിപ്പോയി. എന്നുവെച്ചാൽ ഞാനും കൂടി നിൽക്കണം. ആ ചേച്ചി വന്ന് ഇവിടെ ഇരിക്കും, അവൾ അവിടെ എവിടെയെങ്കിലും ഇരിക്കും, ചേച്ചി വന്ന് ഇവിടെ ഇരിക്കും, അങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യം തോന്നുന്നു. ഞാൻ ഈ ഒരു ലുക്കിലാണ് പോയത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് എൻ്റെ ഒരു ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും താഴ്ന്ന ഒരുത്തി ഇങ്ങനെ വന്ന് ഇത്ര ഇതിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയൊരിത് കാണും മനസ്സിൽ. എനിക്കത് ഭയങ്കരമായിട്ട് വിഷമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഇത് ആരെയും ഒറ്റപ്പെടുത്താൻ, ആരെയും അവോയ്ഡ് ചെയ്യാനോ പാടില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഒരു സമൂഹത്തിലൊരു സൈക്കോ ആവുന്നതും ഒരു കള്ളനുണ്ടാകുന്നതും ഒരു മോശക്കാരനുണ്ടാകുന്നതും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെടുത്തലും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അവർ ഒറ്റപ്പെട്ടു പോയി അവർ സൈക്കോ മെൻ്റലി അവർ ബാധിക്കപ്പെടുകയൊക്കെ ചെയ്യണത്. അതൊക്കെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് മക്കളുണ്ട്, നമുക്ക് റിലേറ്റീവ്സ് ഉണ്ട്, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഞാനിവിടെ വന്ന കാലം തൊട്ടേ ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയതാണ്. അത്ര മോശമായിട്ടാണ് എല്ലാവരും എന്നെ ട്രീറ്റ് ചെയ്യണം. ഞാൻ പിന്നെ അതൊക്കെ എനിക്ക് ഒരുപാട് ഡിപ്രഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടാണ്. ഞാനതൊക്കെ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്താ പറയുക ഒന്ന് തേന്ന് വരുമ്പോഴത്തേക്കും നമ്മളെ വീണ്ടും തളർത്ത ഇതുപോലെ കുറേ പേരാണ്. അതൊരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴാണ് എനിക്കത് ഭയങ്കര ഫീലായത്. ഞാൻ പണ്ടൊക്കെ ഇതുപോലെ ഇരുന്ന് കരയുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കരയാറില്ല ഇങ്ങനെയുള്ള കേസിനൊക്കെ. പോട്ട് വേണ്ട, അവിടെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, നമ്മൾ അവരെ ഭാഗത്തോട്ട് പോകാതിരുന്നാൽ മതി. പക്ഷെ ഇങ്ങനെ ഒരാളെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് എനിക്കത് ഭയങ്കര വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി.
ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. എനിക്ക് സംഭവിച്ചൊരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി.